അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് നോമ്പുകാരായ നമ്മളെല്ലാവരും. ഈ സമയത്ത് നമ്മൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, നമ്മുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് കഴിഞ്ഞ കാലയളവിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ദാരുണമായ ലഹരി ഉപയോഗം പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള അതിക്രൂരമായ തിന്മകൾ ജീവിതത്തിൽ നിറയെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ എങ്ങനെയാണ് പടച്ചവൻ്റെ മുന്നിൽ പോയിട്ട് ചോദിക്കുക, എന്ത് അർഹതയാണ് എനിക്കുള്ളത്? പള്ളിയിൽ പോകാൻ തന്നെ എന്ത് അവകാശം, എന്ത് അർഹതയാണ് എനിക്കുള്ളത്? ഞാനൊക്കെ ചോദിച്ച പടച്ചവൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് മനസ്സ് മരവിച്ച കുറേ മനുഷ്യജീവനുകൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്, നമ്മുടെ ഹോസ്റ്റലിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ കണ്ണെത്തും ദൂരത്ത് അവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പടച്ചവൻ്റെ വിളിയും പടച്ചവൻ്റെ ക്ഷണവും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളൊക്കെ കേട്ടതാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നാട്ടുകാരൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത തിന്മയും നിങ്ങൾ ചെയ്ത ഹറാമുകളൊക്കെ കാരണം മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുടുംബക്കാർ വരെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ പടച്ചവൻ പറയാണ്, ആ മാറ്റി നിർത്തൽ എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. എൻ്റെ അടുക്കൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു അടിമയെ ഞാൻ തട്ടിക്കളയില്ല. എൻ്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ നിങ്ങളുടെ കഴിഞ്ഞ കാലയളവിലെ ഏത് തിന്മകളും ഏത് തെറ്റും അത് തുറന്നു പറയാൻ അവസരം പടച്ചോൻ തരുന്നു. അത് കേൾക്കാൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അത് കേൾക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് അള്ളാഹു തന്നെ പറയാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ ചെയ്ത തെറ്റുകളെ സ്വയം അംഗീകരിക്കാതെ തന്നെ തൻ്റെ ഇഷ്ടങ്ങളെ പടച്ചവരായി കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ അവരെ അഡ്രസ്സ് ചെയ്തത് അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ എന്നാണ്. അവരുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങൾ, അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ മോഹങ്ങളുടെയും ആഗ്രഹങ്ങളും മാത്രം ഫോളോ ചെയ്ത് ജീവിക്കുകയും പടച്ചവനോ പടച്ചവൻ്റെ നിയമങ്ങളോ അതൊരു പഴഞ്ചൻ സംസ്കാരമായി കാണുകയും അക്കൂട്ടത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളും നോമ്പടക്കം അക്കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് കരുതുകയും ഞാനും എൻ്റെ പടച്ചവനും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ തീരുമാനിച്ചോളാം, അത് ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ലിബറൽ സ്പേസിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിഭാഗം ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, അവർ പാപങ്ങളാണ്. അവർക്ക് ഈ അള്ളാഹുവിൻ്റെ ഈ വിളി അവർ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേൾക്കാനുള്ള അവസരം ഇവർ രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഈ അതിമനോഹരമായ വിളിയും ക്ഷണവും തലോടലും അവരിലേക്ക് എത്തണം, അവരിലേക്ക് നമ്മൾ എത്തിക്കണം.